ഒരു കപ്പയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കപ്പയ്ക്ക എടുത്ത് ചെറിയൊരു കപ്പയ്ക്ക പൊട്ട് കപ്പയ്ക്ക എടുത്ത് അരിഞ്ഞ് അതിനുണ്ടല്ലോ കനം കുറച്ച് ചീവി അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. ഇത് ആദ്യം ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. കപ്പയ്ക്ക അരിയുന്നതെല്ലാം കാണിച്ചും കൊണ്ട് വീഡിയോ എടുത്ത് ഒരു മെസ്സേജ് വന്നപ്പോൾ അത് കട്ടായിപ്പോയി. അതുകൊണ്ട് അരിഞ്ഞ് വച്ചതിന് ശേഷം ഒന്നേന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഇപ്പം വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. ഇടയ്ക്കിടയ്ക്ക് വലുതൊക്കെ എന്തെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിടാറുണ്ട്. അത് ഞാനത് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ കപ്പയ്ക്ക മെഴുക്ക് പുരട്ടി നിങ്ങൾ ഉണ്ടാക്കണം. കപ്പയ്ക്ക നല്ലതാണ്, മരുന്നാണ് കപ്പയ്ക്ക. പിന്നെ അത് കഴിഞ്ഞ് മഴയാട്ടോ, ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് ജലദോഷം എല്ലാം ഉണ്ട്. എൻ്റെ വീഡിയോ കണ്ട് പലരും എന്നെ കളിയാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് വലിയ പാചകക്കാരിയാണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഒരു 2 പേർക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ പോവാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീട്ടിൽ നിൽക്കുക. എന്നിട്ട് 15,000 രൂപ ശമ്പളം എന്നൊക്കെ അയാൾ പറഞ്ഞു കേട്ടോ. ഈ 18-20 രൂപ ശമ്പളം മേടിക്കുന്ന നമ്മളൊക്കെ 15,000 രൂപയ്ക്ക് ആൾക്ക് ഉള്ള ജോലി കളഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞങ്ങളോട് നിൽക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് നമ്മളതൊക്കെ ചെയ്യുമ്പോൾ ഒരു പുച്ഛം പോലെ കളിയാക്കുന്നതൊക്കെ ചില ആൾക്കാരുടെ പെരുമാറ്റം. ഇപ്പം എന്താ കടുകും കരിയാപ്പിലൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് അരിഞ്ഞ് കപ്പയ്ക്ക് അതിലേക്ക് കപ്പയ്ക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം കപ്പയ്ക്ക ഇട്ട് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. മറന്നു പോയി. മുളക് പൊടി വഴറ്റിയിട്ടായിരുന്നു. നമ്മളിലാരും എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട, അടുപ്പോട്ട് ഒതുക്കിയിട്ടാൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി നന്നായിട്ട് ഇളക്കി കപ്പയ്ക്ക് എല്ലാം ഇട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി പിടിക്കണം. കണ്ടല്ലോ കപ്പയ്ക്ക സവാള അരിഞ്ഞിട്ട് അതിന് മുളക് പൊടി മൂപ്പിച്ചിട്ട് മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി കൊടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. എന്നിട്ടുണ്ടോ നന്നായി പരിവാക്കിയേ, വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി നമ്മൾ അതിനകത്തോട്ട് ഉപ്പ്, ഇച്ചിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. കൂടി പോകരുത്. ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം. കുറച്ച് നല്ലോണം ഇളക്കി എല്ലാം കൂടിക്കുന്നതിന് ഇളക്കി കൊടുക്കണം. കപ്പയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കപ്പയ്ക്ക കൊണ്ട് തോരൻ വയ്ക്കാം, ഉടച്ചുകറി വയ്ക്കാം, എല്ലാ കറിയും കപ്പയ്ക്ക ചേർക്കണം. നല്ല മഴയാണ്. പണ്ടൊക്കെ പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് ആളുകൾ പൗണ്ടിന് കുറഞ്ഞെന്നും പറഞ്ഞ് കപ്പയ്ക്ക കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ആർക്കും കപ്പയ്ക്കൊന്നും വേണ്ട, എല്ലാം മുറിച്ച് കളയുക. ഇനി നമുക്കിതിനകത്ത് ഇത്തിരി പെരുംജീരകപ്പൊടി ചേർക്കണം. ഞാൻ പെരുംജീരകപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല അടച്ച് വയ്ക്കുമ്പോഴേ വേവത്തുള്ളൂ. നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ആ എണ്ണയിൽ ആവിയിലിരുന്ന് വേവണം. അപ്പം നമുക്ക് വെന്തിട്ടില്ല, കുറച്ചൊരു വേവാണ്ട് ഒന്ന് തല്ലിപ്പൊത്തി ഒന്ന് നല്ലോല കുത്തി അടച്ച് വയ്ക്കും.
ശകലം കൂടെ വേവാനുണ്ട്. ഇന്നും കൂടി അടച്ച് വയ്ക്കാം. എണ്ണ വെന്ത് കഴിഞ്ഞിട്ട് അടപ്പ് എടുത്തിട്ട് കുറേ നേരം എണ്ണയ്ക്കകത്തിട്ടങ്ങ് മൂപ്പിക്കണം കേട്ടോ. കപ്പയ്ക്ക മെഴുക്കോട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം തീക്കകത്തിട്ട് ഇളക്കി നല്ലപോലെ വെള്ളമൊക്കെ പറ്റിക്കണം. അതിനകത്തുനിന്നുള്ള വെള്ളം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. നമ്മൾ അടുപ്പ് വയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ആ ഉപ്പിടുമ്പോൾ ആദ്യ വെള്ളം കൊണ്ട് ആ ആര്യവെള്ളത്തിലാണ് വേവുന്നത് കേട്ടോ. നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളയതെല്ലാം ഒന്ന് റോസാവുന്നത് വരെ ഒന്ന് ഇച്ചിരി മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയ്ക്കകത്ത് കിടന്നെല്ലാം മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കപ്പയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. നമുക്ക് ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ കപ്പയ്ക്ക കൊണ്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ബായ് പറയുന്നു. ഞാനിനി ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തിങ്ങനെ ഇനിയിപ്പോൾ ഇതുപോലെ ഇന്നത്തെ ഇനിയിപ്പോൾ ഈ മാസം ഇല്ല അടുത്ത മാസം. അപ്പോൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഞാനൊരു വീഡിയോ ഇടുന്നത്.